ഹലോ. ഇന്ന് മക്കൾക്ക് പുട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരിമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ബാക്കി ഗോതമ്പ് മാവും കൂടി ഇട്ട് പുട്ടവിക്കാമെന്നിങ്ങനെ വിചാരിച്ചു. മാവ് വരെ മുമ്പ് എൻ്റെ മനസ്സിൽ എൻ്റെ ബാല്യകാലത്തുണ്ടായ ഒരു രസകരമായൊരു കഥ എനിക്ക് ഓർമ്മ വന്നു. ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മാമൻ ഒരു ദിവസം ഗോതമ്പ് മാവ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഗോതമ്പ് മാവിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഏതാണെന്ന്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ, നീ എനിക്ക് പുട്ടുണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പുട്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്കന്ന് ഈ മാവ് വരവാനൊന്നും അറിഞ്ഞുകൂടല്ല. ഞാൻ കുറേ വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിച്ചിട്ട് മാവ് വിരവി. ഗോതമ്പ് മാവായതുകൊണ്ട് തന്നെ ഇത് പുട്ടിനാണ് വിരവിയത്, പക്ഷെ അത് കൊഴുക്കട്ട പോലെയൊക്കെ ആയി. ഞാനത് കുറ്റിയിലിട്ട് വല്ല വിധേനയും വേവിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ട പോലെയാണ് മാവ് വരുന്നത്. പക്ഷെ ഞാനതിനെ പിച്ചി ഒക്കെ ഇട്ടിട്ട് ഒരുവിധം പുട്ട് പോലെ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ പുട്ടവിച്ച് അദ്ദേഹത്തിന് കൊടുത്ത്. വിശപ്പുള്ളത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, അദ്ദേഹം അത് നല്ലതുപോലെ തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എനിക്ക് പുട്ടല്ലേ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്, കൊഴുക്കട്ടയാണോ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്. അതെനിക്കിപ്പോൾ അങ്ങോട്ട് ഓർമ്മ വന്നു. അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ തയ്യക്കട ഇപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ വീട്ടിലോട്ട് മാറ്റി, കണ്ടോ. പക്ഷെ വീട്ടിൽ മാറ്റുന്നതല്ല മിസ്റ്റേക്ക്, വീട് ഒരു അലങ്കോലമാവും. പിന്നെ ഇന്ന് പലഹാരം ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. അവർക്ക് ഇവിടെ നിന്ന് കഴിക്കാനും വേണം, സ്കൂളിൽ കൊണ്ടുപോകാനും വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ പിന്നാലെ ഉണ്ട്. ഞാൻ ചിരകി വെച്ച തേങ്ങ പുട്ടവിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പാത്രത്തിൽ തേങ്ങയില്ല. വീണ്ടും ഞാൻ തേങ്ങ തിരുകി, പക്ഷെ വീണ്ടും ആ പാത്രത്തിൽ തേങ്ങയില്ല. ഒരു രക്ഷയില്ലാത്തൊരു കഥയാണ്. പിന്നെ വല്ല വിധേനയും പുട്ടൊക്കെ അവിച്ചു പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു.